നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ ബിഗ് ബോസ് മലയാളം സീസൺ 6 വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് ഇന്ന് കയറി. ഒരു ഫസ്റ്റ് ഇംപ്രഷൻ റിവ്യൂ എന്നൊക്കെ വിളിക്കാം ഇതിനെ. വെരി ഡിസപ്പോയിന്റിങ്, നിരാശപ്പെടുത്തി എന്ന് തന്നെ പറയാം. ഫസ്റ്റ് ഇംപ്രഷനിൽ ഗെയിം കളിപ്പിക്കാൻ എന്നൊരു വാക്ക് പുള്ളി യൂസ് ചെയ്യുകയുണ്ടായി. എന്ത് യൂസേജ് ആണത്? അയ്യോ, കളിപ്പിക്കാനോ? കളിച്ച് ജയിക്കാനാണ് നിങ്ങൾ അതിലേക്ക് കയറുന്നത്. അതുകൊണ്ട് ഈ ഒരു വാക്ക് എനിക്ക് ഒട്ടും തന്നെ വർക്കൗട്ട് ആയിട്ടില്ല. പിന്നെ സായി ഗബ്രിയെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞു. ഗബ്രിക്ക് വീടിന്റെ എല്ലാ മൂലകളും അറിയാം, ബ്രില്യൻ പ്ലെയർ ആണ് എന്നൊക്കെയാണ് സായി ഇങ്ങനെ തള്ളി മറിക്കുന്നത് ഗബ്രിയെ കുറിച്ച്. ഞാൻ കാണുന്ന ബിഗ് ബോസ് തന്നെയാണോ സായി കണ്ടത്? അല്ല, എന്ത് ബ്രില്യൻസ് ആണ് ഗബ്രി അവിടെ കളിച്ചത്? അല്ലെ, സായിയും ഗബ്രിയും തമ്മിൽ ഒരു മുൻപരിചയമുള്ള പോലെയൊക്കെ എനിക്ക് തോന്നിയത് കേട്ടപ്പോ. ഇതേപോലെ സായി എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യമാണ് ജാസ്മിൻ ഗബ്രി ഒന്നിച്ചാണെങ്കിൽ അവര് ഡേഞ്ചർ ആണ് എന്ന്. ആർക്ക് ഡേഞ്ചർ? എന്തോന്ന് ഡേഞ്ചർ? ഇയാൾ അവിടെ കയറിയത് ജാസ്മിനും ഗബ്രിക്കും PR ചെയ്യാനാണോ? അല്ല, എനിക്ക് അറിയാൻ മേല. നിലവിലെ ഗെയിം കൺട്രോൾ ചെയ്യുന്ന ജിൻഡോയെ ഒരു എതിരാളിയായിട്ട് പോലും സായി കണ്ടിട്ടില്ല. ജിൻഡോയെ കുറിച്ചൊന്നും മിണ്ടുന്ന പോലും ഇല്ല. ലാലേട്ടന്റെ മുന്നേ വെച്ചിട്ട് തിരിഞ്ഞു പോലും നോക്കിയില്ല ഒരു കട്ടൗട്ടിനെ. പുള്ളിയുടെ ഫേക്ക് ഫേസ് എക്സ്പോസ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നൊക്കെ സായി ആ ഒരു എൻട്രി ടോക്ക് വീഡിയോയിൽ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം സായി അതിൽ വിജയിക്കുമോ ഇല്ലയോ എന്നൊക്കെ. എന്നിരുന്നാലും സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണന്റെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഞാൻ അദ്ദേഹത്തിന്റെ വൈൽഡ് കാർഡ് എൻട്രിയിലും തുടക്കത്തിൽ തന്നെ എടുത്ത സ്റ്റാൻഡുകളിലും വളരെയധികം നിരാശനാണ്. കാറിലിരുന്ന് പറയുന്ന ആ ഒരു ഫയർ ഞാൻ കണ്ടില്ല ലാലേട്ടന്റെ മുന്നിൽ വെച്ച്. മുട്ടയടിച്ചു പോയി. പിന്നെ താടി പോയപ്പോഴേ ആ ഒരു പകുതി പവർ പോയി. അത് വേറെ കാര്യം. ഗബ്രി ചെയ്യുന്ന തോന്നിവാസങ്ങളെ താങ്ങാനും ന്യായീകരിക്കാനുമാണ് സായിയുടെ ഗെയിം പ്ലാൻ എങ്കിൽ ഉറപ്പാണ് പണി പാലും വെള്ളത്തിൽ മേടിച്ചു കിട്ടും. നെഗറ്റീവ് ആവും. ഇതൊരു പോസിബിലിറ്റി ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു വീഡിയോയില്. എന്തായാലും നമുക്ക് നോക്കാം. സായി കൃഷ്ണ അതിനകത്ത് കയറിയിട്ട് പോലും ഇല്ല. ആക്ച്വലി നാളെയാണ് കയറ്റി വിടുന്നത്. കയറി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പറയാം. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പറയാം. ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്ന നിലയിൽ സായി ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇത്രയുമായിരുന്നു പറയാനുണ്ടായിരുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക്